എൻ്റെ പേര് അപ്പു. പാലക്കാട് ജില്ലയിൽ നെന്മാറയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കട്ട് എന്നുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷത്തോളമായി. ഇവിടെ വരുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ എറണാകുളം ബെസ്റ്റ് ബേക്കറി ബിയിൽ ഒരു 10 വർഷത്തോളം ഞാൻ ഷെഫായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 4 വർഷത്തോളമായി. പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു 6 മാസത്തോളമായി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സേലത്ത് വെച്ചിട്ട് കുറച്ച് സ്പെഷ്യൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 80 കുട്ടികളോളം ഉണ്ട്. ചെറിയ പോരായ്മയുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഒരു 6-7 ക്ലാസ്സായി. അവിടുത്തെ കുട്ടികൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ആ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതായത് കേക്ക്, ബിസ്ക്കറ്റ്സ്, പിസ്സ, ബർഗർ, നമ്മുടെ ബേക്കറിയുടെ A to Z ആണ്. ആ കുട്ടികൾക്ക് അവർക്ക് കഴിയുന്നതനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ബ്രെഡിൻ്റെ ചില കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും, ചില കുട്ടികൾക്ക് കേക്കിൻ്റെ ചെയ്യാൻ പറ്റും. അവർക്ക് ചില പോരായ്മകളുണ്ട്. ആ പോരായ്മ അവർക്കിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്, അവർക്ക് അവൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്ത 2-3 ക്ലാസ്സും കൂടി ഉണ്ട്. ഏകദേശം ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ അവർ നല്ല ഇമ്പ്രൂവറായിട്ട് നല്ലൊരു, അതായത് ഒരു ഹോട്ടലിലോ ബേക്കറിയിലോ പോയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പ്രാപ്തരാക്കിയിട്ടാണ് വിടാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കവിടെ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നത് ആരാണ്? അതായത് നമ്മുടെ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിൽ അശോകൻ സാർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് മോട്ടിഫിക്കേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടീം വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. സേലത്ത് പോയപ്പോൾ ആ കുട്ടികളായിട്ടുള്ള ആ ഇടപഴകൽ, ആ അനുഭവം ഒന്ന് ഷെയർ ചെയ്യുമോ? ആ കുട്ടികളെന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവരുടെ ഒരു പോരായ്മകളിലൂടെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും. കാരണം അവരത്രത്തോളം എന്താ പറയുക, ശ്രദ്ധിച്ചും നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് അനുസരിച്ചിട്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കൂടി നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മുടെ അവർക്ക് കൊടുക്കും, അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം അവസരം കൊണ്ട് നമ്മൾക്ക് കൊണ്ട് വിലപ്പെട്ടത് കണ്ടിപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ട് ഇതെന്തായാലും സന്ദേഹം കേട്ടുകൊണ്ട് மனோ சார் வந்து எங்கள் அம்மாட்ட ஃபோன் பண்ணி சொல்லி அது மூலிமா நான் இந்த ஜிஎல்எஸுக்கு வந்து இந்த இது கேக்கு இதை எடுத்து எல்லாம் சிறப்பாக்குதுங்க. என் பேர் ஜெய தருண்குமார். என் ஊர் திருவாக்கண்டூர். இங்கே புதுசாக வரும்போது எதுவும் தெரியல எனக்கு. இப்போ கொஞ்சம் வந்து கேக்கு, பண்ணு, ப்ரெட்லாம் இப்போ பழகிக்கிட்டு ஒரு வேலை கற்றுக்கலாம்னு நம்பிக்கை இருக்குது. ஃப்யூச்சரில் ஒரு பேக்கரி வச்சு யூஸ் பண்ணலான்னு பிளான் பண்ணியிருக்கேன். வணக்கம், எனது பெயர் புகழரசன். நான் தாராமங்கலத்திலிருந்து வருகின்றேன். இப்போ ஜிஎல்எஸ்எல் ட்ரைனிங் சென்டர் வந்திருக்கேன். இப்போ கேக்கெலாம் சொல்லி கொடுத்தாங்க, ரொம்ப யூஸ்ஃபுல்லாக இருக்குது. வருங்காலத்தில் ஒரு
காப்பி ஷாப் வைக்கிறதுக்கும் ஒரு பேக்கரி வைக்கிறதுக்கும் யூஸ்ஃபுல்லாக இருக்கும். ரொம்ப நன்றி தெரிவிச்சுக்கிறேன் எங்களுக்கு ஹெல்ப் பண்ணுறதுக்கு. நன்றி சார். என் பெயர் ரஞ்சித். நான் வந்து எம்காம் படிச்சிருக்கேன். என் ஊர் எடைப்பட்டி, தாரமங்கலம் சைடு. இப்போ ஃபஸ்ட்டாக வரும்போது எனக்குலாம் அவ்வளோ இன்ட்ரெஸ்ட்லாம் இல்லை. எங்கள் கம்யூனிட்டிக்கு வருவோம் ஏனோ தானே இப்போ போயிடுவோம் அப்படின்னு நான் நினச்சிருந்தேன். ஆனால் பரவாயில்ல, அங்கேயும் கொஞ்சம் நல்லாவும் போகுது. இப்போ படிக்கன்னு சொல்கிறாங்க, நல்லாவும் பண்ணுறாங்க, நல்லா இன்ட்ரெஸ்ட்டாகவும் போகுது, நல்லா ஜாலியாக போகுது. ஃபஸ்ட்டு மில்கி கேக்கு ஒன்று பண்ணாங்க, அது ரொம்ப டேஸ்ட் நல்லா இருந்துச்சு. ஆனால் திருப்பி திங்கலான்னு தோண்டிட்டே இருந்துச்சு. ஆனால் டீயில் அந்த பிஸ்கெட் தொட்டு தைக்கும் போது ஒரு சுவை இருந்துச்சு, அது தனி சுவை மாரி இருந்துச்சு. அதெல்லாம் வேறு லெவல் அப்படி இருந்துச்சு. திருப்பி அது திங்கலாம் தோண்டிட்டே இருந்துச்சு. சாக்லேட்டு, ப்ரெட்டு இதெல்லாம் கொடுத்து